1270 ശേഷം ഈ നഗരം സാമ്പത്തികമായി പിന്നെയും അഭിവൃദ്ധി പ്രാപിച്ചു. കച്ചവടവും വ്യാപാരവും വ്യവസായവും അതിവേഗം മുന്നോട്ട് കുതിച്ചു. ഈ നഗരത്തിന്റെ ഭരണസമിതി അങ്ങേയറ്റം കാര്യക്ഷമതയോടെ ഈ നഗരത്തെ ഭരിച്ചു. അതിശയിപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയുടെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ ടൗൺ ഹാൾ നിർമ്മിച്ചു. 1300 ഇതിന്റെ പണി തീർന്നത്. അതോടുകൂടി അവർ ആത്മവിശ്വാസം വീണ്ടും നേടിയെടുത്തു. ഇതിന്റെ വെളിച്ചത്തിൽ 1317 ഈ നഗരത്തിലെ നേതാക്കളും സഭാധികാരികളും ഈ ദേവാലയത്തെ നോക്കി പറഞ്ഞു, ഇത് പോരാ, അത്ര വലിപ്പം പോരാ, ഇനിയും കുറച്ചുകൂടി മനോഹരമാക്കാനുണ്ട്. അങ്ങനെ ഇനിയും മനോഹരമാക്കാൻ വേണ്ടി ആ ദേവാലയത്തോട് കൂട്ടിച്ചേർത്ത് മറ്റൊരു മുഖ്യ ഭാഗം പണിയാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി സമ്മേളിച്ച കൂടിയാലോചനാ സമിതിയിൽ 202 വോട്ടുകൾ അനുകൂലമായും 132 വോട്ടുകൾ പ്രതികൂലമായും ചെയ്യപ്പെട്ടു. 1339 ഫെബ്രുവരി 2 പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടു. ഇപ്പോൾ നിലനിൽക്കുന്ന ദേവാലയം പുതിയ ദേവാലയത്തിന്റെ വശത്തുള്ള ഒരു ചെറിയ പള്ളിയായി നിലനിർത്താം എന്നായിരുന്നു തീരുമാനം. പുതിയ ദേവാലയത്തിന് ഏതാണ്ട് 100 മീറ്ററോളം നീളമായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇത് നിർമ്മിക്കപ്പെട്ടിരുന്നെങ്കിൽ മറ്റൊരു വിസ്മയമായി മാറിയേനെ. ഏതാണ്ട് 100 മീറ്ററോളം നീളമുള്ള ഒരു അൾത്താരയിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന മുഖ്യഭാഗമുള്ള ഒരു ക്രൈസ്തവ ദേവാലയം യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളിയായി മാറുമായിരുന്നു. പക്ഷേ 1348 ബ്ലാക്ക് ഡെത്ത് എന്ന പകർച്ചവ്യാധി ദുരിതവും ദുരന്തവും വിതച്ചുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ കടന്നുപോയി. ഈ പകർച്ചവ്യാധി സൃഷ്ടിച്ച ആഘാതം ഭാവനയ്ക്കതീതമായിരുന്നു. സിയന എന്ന നഗരത്തിലെ 65% ആൾക്കാർ മാസങ്ങൾക്കുള്ളിൽ മരിച്ചു വീണു. ഇറ്റലിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഏറ്റവും വലിയ ഈ നഗരം എല്ലാ അർത്ഥത്തിലും ആടി ഉലഞ്ഞു. അത് ചിന്ന ഭിന്നമായി. പുതിയ പള്ളിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ജോലിക്കാർ അടക്കം മരണത്തിന്റെ ആഴക്കുഴിയിൽ വീണുപോയി. ഇതിനുവേണ്ടി നേതൃത്വം നൽകിയിരുന്നവരെല്ലാം മരിച്ചു. പകർച്ചവ്യാധിയുടെ താണ്ഡവ നൃത്തത്തിന്റെ ആഘാതത്തിൽ അവർ കെട്ടിയുയർത്തിയ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി.